നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട അതിഥി അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, അങ്ങനെ അവസാനം മോദിജി 3.0 അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഊഹാപോഹങ്ങൾ, അതുപോലെ എന്തൊക്കെയായിരുന്നു ശത്രുപക്ഷത്തിന്റെ വലിയ നിര, 10-38 ശത്രു വലിയ പക്ഷം, അവർ പണിത ആ ഒരു അക്ഷൗഹിണി പട, ആ രീതിയിലാ പറയാ തോന്നുന്നു. ആ പടയോടൊക്കെ ജയിച്ച് കയറിക്കൊണ്ട് അവസാനം ധർമ്മം വിജയിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ ഒരു ബിംബം, അതല്ലെങ്കിൽ ലോക നേതാവ് വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 3ാം കിരീട ധാരണവും കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന് അഭിമാനിക്കാൻ 2 കേന്ദ്രമന്ത്രിമാരെയും കിട്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി സാർ അതിലും വലിയ അഭിമാനമായി ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ ഒട്ടേറെ അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് സാർ ഈ ഒരു സ്ഥാനാരോഹണം, ഈ 3ാം വട്ടത്തെ ഈ ടേം എങ്ങനെയൊക്കെയാണ് അങ്ങയുടെ ആ ഒരു വിലയിരുത്തൽ വരുന്നത്? ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നതിൽ ഞാൻ ആദ്യം ശ്രീ ബൈജുവിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കേവലമായ ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ. ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന NDA ഘടകകക്ഷികളും ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് ഈ രാജ്യത്തെ ദേശവിരുദ്ധ ശക്തികൾ എല്ലാവരും, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ, ഇന്ത്യയെ എതിർക്കുന്ന, ഇന്ത്യയുടെ വിജയത്തിൽ അസൂയ തോന്നുന്ന എല്ലാ വിദേശ രാജ്യങ്ങളും, അവിടുത്തെ മറ്റ് ശക്തികൾ, മാധ്യമങ്ങൾ, NGOകൾ, അങ്ങനെയുള്ള എല്ലാ ശക്തികളും ഒരു വശത്തും ഒരുപോലെ അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ലോക മഹായുദ്ധമാണ്. 3ാം ലോക മഹായുദ്ധം തന്നെയാണ് ഇവിടെ നടന്നത്. ആ 3ാം ലോക മഹായുദ്ധത്തിലാണ് ശ്രീ നരേന്ദ്രമോദിജി ജയിച്ച് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, ബൈജു പറഞ്ഞതുപോലെ തന്നെ സിംഹാസന ആരോഹണം നടത്തിയത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നല്ലോ, മറ്റൊരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് മറ്റൊരു രാജ്യത്തിനും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്ര ക്രൂരമായ, അത്ര ഭീകരമായ ആക്രമണത്തെയാണ് നമ്മൾ നേരിട്ട് വിജയിച്ചത്. ഇത് പറയുമ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പല്ലേ, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പതിവല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ നടന്നത് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പേ അല്ല. ഇവിടെ നടന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം നികൃഷ്ടമായ, നിന്ദ്യവും നീചവുമായ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ആയിരുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭരണകക്ഷി ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രതീക്ഷിക്കും. അതുകൊണ്ട് പതിവ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ ഒന്നും തന്നെ ശത്രുപക്ഷം പുറത്തെടുത്തില്ല. സാധാരണ നടക്കുന്നത് ന്യൂനപക്ഷ ദേവാലയങ്ങൾക്ക് കല്ലെറിയുക, ന്യൂനപക്ഷ സന്യാസിനിമാരെ ആക്രമിക്കുക, അതല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കുക, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ ഫലപ്രദമായി തടയാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ തരത്തിലുള്ള ഒരു നീക്കമായിരുന്നില്ല ഉണ്ടായത്. മറിച്ച് ഏതൊക്കെ തരത്തിലാണോ ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതയും ഛിദ്രവാസനയും ഉണ്ടാക്കുക, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ എങ്ങനെയാണ് കൃത്യമായി പ്ലാന്റ് ചെയ്യുക, അതൊക്കെ തന്നെ ഒരു ഇലക്ഷനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് സമാപിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു നടന്നത്. അതിൽ പലതിനെയും മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു. ഉദാഹരണത്തിന് കർഷക പ്രക്ഷോഭം എന്ന് പേരിട്ട് വിളിക്കുന്ന ഖാലിസ്ഥാൻ പ്രക്ഷോഭം, അതിന് പേര് വിളിക്കേണ്ടത് ഖാലിസ്ഥാൻ പ്രക്ഷോഭം എന്ന് തന്നെയാണ്. അപ്പൊ ഖാലിസ്ഥാനികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ എല്ലാവരും അതിന് ഫണ്ട് ചെയ്തുകൊണ്ട്, ആശയപരമായും സാമ്പത്തികമായും പിന്തുണ കൊടുത്തുകൊണ്ട്, നമ്മുടെ കേജ്രിവാളിനെ പോലെയുള്ളവരെ കരുക്കലാക്കിക്കൊണ്ട് ആണ് ഈ യുദ്ധം നടന്നിരുന്നത്. അപ്പൊ പല നിഷ്പക്ഷമതികളായി പലരും ചോദിച്ചു, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയായോ, അതും ഈ ഇലക്ഷൻ സമയത്ത് ചെയ്തത് ശരിയായോ എന്നൊക്കെ പലരും ചോദിക്കണ്ടായി. തീർച്ചയായിട്ടും അതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് BJP നേതൃത്വം. ഒരു ഇലക്ഷൻ സമയത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ അത് ഉണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ നേരിടാൻ സർവ്വസജ്ജമായി നിന്നുകൊണ്ടാണ് ഭരണകൂടം ആ അറസ്റ്റ് നടത്തിയത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഡൽഹിയിലെ 7-ൽ 7 സീറ്റും പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ കേജ്രിവാളിന്റെ അറസ്റ്റ് ഒട്ടും ഏശിയില്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ തിരിച്ചടിക്കുകയും ചെയ്തു.
അതായത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, 12 മണിക്കൂറിനകം കർഷക പ്രക്ഷോഭം പിൻവലിച്ച് പ്രക്ഷോഭകർ സ്ഥലം വിട്ടു. അപ്പോൾ കേജ്രിവാളും കർഷക പ്രക്ഷോഭവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ആ തരത്തിൽ പരസ്പര ബന്ധമുള്ള പല കാര്യങ്ങളും, നിരവധി കാര്യങ്ങൾ ഒരേ സമയം നേരിടുകയാണ് ഭരണകൂടം ചെയ്തത്. പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും പുറമേ നോക്കിയാൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ യുദ്ധമുഖം തുറക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് BJP പരാജയപ്പെട്ടു. ഈ ഫൈസാബാദിനെ ഇവർ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നു. അവിടെ ഉണ്ടായ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും ജനങ്ങളുടെ ഇടയിൽ വൈകാരികമായി അവതരിപ്പിക്കുന്നതിൽ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. ഉദാഹരണം പറഞ്ഞാൽ, അയോധ്യ ക്ഷേത്രത്തിന്റെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുകയുണ്ട്. അങ്ങനെ മനോഹരമാക്കി അവിടെ ടൈലൊക്കെ വിരിച്ചു. അവിടേക്ക് 4 വരി 6 വരി പാതകൾ ഉണ്ടായി. അവിടെ വളരെ വലിയ വിമാനത്താവളം വന്നു, റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇതൊക്കെ വരുമ്പോ ലക്ഷക്കണക്കിനാണ്, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ദിവസങ്ങളോളം അവിടെ ഒഴുകിയെത്തുന്ന ആ അന്തരീക്ഷത്തിൽ അത് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടി കാലികളെ അഴിച്ചുവിടുന്ന സംവിധാനം നിരോധിക്കണം. അവരോട് പറഞ്ഞു, കാലികളെ പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ നിയന്ത്രിക്കണം. അതൊരിക്കലും ഈ പറഞ്ഞ കേന്ദ്രങ്ങൾ വൃത്തികേടാക്കുന്നത് പോലെ ചാണകമിട്ട് മൂത്രമൊഴിച്ച് നടക്കരുത് എന്ന് അധികാരികൾ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ചെയ്തത്, ദേശസ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാമനോട് ഭക്തി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ ഒരു അതിനെ പിന്തുണയ്ക്കുകയും നടപടികളെ സഹായിക്കുകയുമാണ്. പക്ഷെ എന്താ ചെയ്തത്? വീട് വീടാന്തരം കയറി അവർ നടത്തിയ പ്രചരണം പശു വളർത്തൽ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. ജനങ്ങളോട് ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കും പിടിച്ചു കെട്ടണം എന്നൊക്കെ പറയുന്നത് എന്ന്. അപ്പൊ പശു വളർത്തൽ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുമല്ലോ ആൾക്കാർ. അപ്പോൾ അതിനെ ഇലക്ഷനെതിരായിട്ട് തിരിച്ചുവിട്ടു. മറ്റൊന്ന്, കോമൺ സിവിൽ കോഡ് നടപ്പാക്കണം. അതുകൊണ്ടാണ് 400 സീറ്റ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോമൺ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംവരണം എടുത്തു കളയുന്നതാണ്. SC സംവരണം, ST സംവരണം, OBC സംവരണം, മുസ്ലിം സംവരണം, ന്യൂനപക്ഷ സംവരണം, ഇതെല്ലാം പോകും. അതാണ് കോമൺ സിവിൽ കോഡ് എന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി വലിയ ക്ലാസുകൾ എടുത്തു. ഇങ്ങനെ ഞാൻ 1-2 ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ പ്രാദേശികമായതും വൈകാരികമായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ 100% കള്ളം. അതുകൂടാതെ തന്നെ നരേന്ദ്രമോദിജിയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് വർഷം 6000 രൂപ ഫ്രീ കിട്ടും, കിസാൻ സമ്മാൻ നിധി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടും. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്നാലോ 1,00,000 രൂപ കിട്ടും. കാർഡടിച്ച് വീട് തോറും വിതരണം ചെയ്തു. അമ്മമാര് ചെന്നാലേ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിറ്റേ ദിവസം കാർഡുമായിട്ട് ചെന്നു, ഒരു പൈസയും ഇല്ല, അവിടെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ ചതിയാണ്, കൊള്ളയാണത്. ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഒരു അക്രമസന്ധിയാണത്, ക്രിമിനൽ ആക്ട് തന്നെയാണത്. അപ്പോ അതില് രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട്, ഒപ്പുണ്ട്, ഖാർഗെയുടെ പടമുണ്ട്, ഒപ്പുണ്ട്. അതിന്റെ അടിയിൽ വീട്ടുകാരുടെ വിശദാംശങ്ങൾ എഴുതി പൂരിപ്പിക്കാനുള്ള കോളങ്ങൾ നിരവധി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പൂരിപ്പിച്ച് വോട്ട് ചെയ്ത് വോട്ടിന്റെ പിറ്റേ ദിവസം കോൺഗ്രസ് ഓഫീസിൽ വന്നാൽ 1,00,000 രൂപ കിട്ടും. ഇതായിരുന്നു വീട് കയറി പ്രചരിപ്പിച്ചത്. അവര് കബളിപ്പിക്കപ്പെട്ടു. അവർ ധരിച്ചു ശരിയായിരിക്കും 1,00,000 രൂപ കിട്ടുകയല്ലേ, മോദിക്ക് ചെയ്താൽ 1,00,000 രൂപ കിട്ടുകയല്ലോ. അപ്പോ ആ പാവങ്ങളെ പറ്റിച്ചു. ഇങ്ങനെയുള്ള എണ്ണമറ്റ കുൽസിത പ്രവൃത്തികളിലൂടെയാണ് ഇവര് ഈ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വളരെ വലിയ നാണക്കേടാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായത്. അദ്ദേഹം ഒരു വലിയ വിഡിത്തം അതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു. അതായത് സെൻസെക്സ് താഴ്ന്നു, സെൻസെക്സ് ഉയരുന്നു, 3,00,000 കോടി രൂപ, 30,000 കോടി രൂപയുടെ നഷ്ടം വരുന്നു. ഇന്ത്യൻ ജനസംഖ്യയിലെ 3% പേർക്കാണ് എന്താണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അറിയാവുന്നത്. അവര് പോലും ശാസ്ത്രീയമായി പഠിച്ചല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരോ? അപ്പോൾ നിങ്ങളുടെ 30,000 കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി തട്ടിക്കൊണ്ടുപോയി അദാനിക്കും അംബാനിക്കും കൊടുത്തു എന്നൊക്കെ പറയുകയാണ്. അതിന് നേട്ടമുണ്ടാക്കിയത് വിദേശികളാണ് എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞു, പാർലമെന്റ് ചേരുമ്പോൾ ഞങ്ങൾ പാർലമെന്റ് സ്തംഭിപ്പിക്കും ഈ വിഷയത്തിൽ, നിരന്തരമായ സമരം നടത്തും കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഇപ്പോ ആ താഴോട്ട് പോയ മാർക്കറ്റ് മേലോട്ട് കയറി, 1 പോയിന്റ് പോലും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല കൂടുകയും ചെയ്തു. അപ്പൊ എന്തായിരുന്നു അതിന്റെ ട്രെൻഡ്? നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഷെയർ മാർക്കറ്റ് താർന്നത്. അതല്ല, നരേന്ദ്രമോദി തിരിച്ചു വന്നപ്പോൾ ഷെയർ മാർക്കറ്റ് പഴയപടിയായി. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനതയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി അവഹേളിതനാവുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്.
അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നീട് എന്താ ഉണ്ടായത്? മന്ത്രിസഭ വരാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കും. ആരാണ്? ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി മന്ത്രിസഭ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. രണ്ടാം ദിവസം പിൻവലിച്ചു. അല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ പറയാൻ തുടങ്ങിയത് എന്താണ്? ഒരിക്കലും ഈ മന്ത്രിസഭയ്ക്ക് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ചന്ദ്രബാബു നായിഡു സമ്മതിക്കില്ല, അല്ലെങ്കിൽ JDU സമ്മതിക്കില്ല. അപ്പൊ നിതീഷ് കുമാറിന് പ്രധാനപ്പെട്ട വകുപ്പെല്ലാം വേണം. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വാരിക്കോരി സീറ്റ് അല്ല മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കണം. ചന്ദ്രബാബു നായിഡുവിന് സ്പീക്കർ വേണം, മറ്റെല്ലാ മന്ത്രിസ്ഥാനങ്ങളും വേണം. ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് പോലെ, കേരളത്തിലെ കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഘടകകക്ഷികളെല്ലാം കൊണ്ടുപോകും. അവസാനം BJPക്ക് ഒന്നും കിട്ടില്ല എന്നായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഘടകകക്ഷികൾ ഏത് വകുപ്പാണ് കിട്ടിയത് എന്ന് ഇന്ന് വൈകുന്നേരം ചാനലുകളെല്ലാം ഞാൻ ഓടിച്ച് കാണുകയാണ്. ഘടകകക്ഷികൾക്ക് ഏത് വകുപ്പാണ് കിട്ടിയത്? പ്രധാനപ്പെട്ട മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ, അവരൊക്കെ പണ്ടിരുന്ന അതേ വകുപ്പിൽ തന്നെയായിരിക്കുന്നത്. യാതൊരു പ്രധാനപ്പെട്ട വകുപ്പും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടില്ല, അവർ ചോദിച്ചില്ല, അതുകൊണ്ട് തന്നെ കൊടുത്തുമില്ല. അതുപോലെ 62 മന്ത്രിമാർ BJPയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേവലം 11 മന്ത്രിമാര് മാത്രമാണ് ഘടകകക്ഷികൾക്ക് കിട്ടിയത്. 16, 12 MP മാരുള്ളവർക്ക് വെറും 2 മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ, ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ, ബാക്കി ഓരോ MP മാരുള്ള കക്ഷികൾക്കൊക്കെ ഓരോ സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ ചില കക്ഷികൾക്ക് കൊടുത്തിട്ടുമില്ല, മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടുമില്ല. ഇതൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി മന്ത്രിസഭ മുന്നേക്കാൾ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതിപക്ഷ പാർട്ടികളെയും മാധ്യമങ്ങളെയുമാണ് തിരിച്ചറിയേണ്ടത്. എന്തെല്ലാം കഥകളാണ് മാധ്യമങ്ങൾ എഴുതിയത്, എന്തെല്ലാം അവകാശവാദങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. ഇപ്പോൾ ഫലം വന്നപ്പോൾ എന്താണ് അവസ്ഥ? ഇത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ്, ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ രാഹുൽ ഗാന്ധിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്താരാഷ്ട്ര ആഗോള മാധ്യമ ശക്തികളും അട്ടിമറി ശക്തികളും NGOകൾ എന്ന പേരിൽ വിദേശത്ത് നിന്ന് ലക്ഷക്കണക്കിന് കോടാനുകോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുകിയിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല, ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ SP ഉത്തർപ്രദേശിൽ SPക്ക് കോൺഗ്രസിനും മായാവതിക്കും എന്ന് വേണ്ട അവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഒന്നിച്ചു നിൽക്കാൻ ഒരു അവസരം കിട്ടി. അത് ഇന്ത്യയിലെ കേരളം, പശ്ചിമ ബംഗാൾ ഒഴികെ എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷത്തിന് ഒന്നിച്ച് നിൽക്കാൻ ഒരു അവസരം കിട്ടി. പ്രതിപക്ഷം ഒന്നിച്ച് നിന്ന കാലങ്ങളിലൊക്കെ അവർ ഭരണപക്ഷത്തെ അട്ടിമറിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ചരിത്രം. നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് എല്ലാവരും ഉറപ്പുകൊടുത്ത്, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉറപ്പുകൊടുത്ത് ധൈര്യമായിട്ട് ഇലക്ഷൻ നടത്തുമ്പോൾ, അന്ന് ഇത്രയും സാങ്കേതിക സംവിധാനങ്ങളില്ല, അന്ന് TV ഇല്ല, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് ടെലിഫോൺ പോലും ഇല്ല, അടിയന്തരാവസ്ഥ കാലം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തി. കാരണം എന്താണ്? പ്രതിപക്ഷം ഉരുകി ഒന്നായി. ഒരൊറ്റ പ്രതിപക്ഷം ജനതാ പാർട്ടി എന്ന നിലയിൽ ആഞ്ഞടിച്ചു. ഇവിടെ ഇന്ത്യ മുന്നണി, അതുപോലെ തന്നെ പ്രതിപക്ഷം എല്ലാവരും കൂടി ഒന്നായതാണ്, ആഞ്ഞടിച്ചതാണ്. പക്ഷെ അതിനെ പോലും അതിജീവിക്കാൻ മോദി ഗവൺമെന്റിന് സാധിച്ചു. അങ്ങനെയാണ് മൂന്നാം ഊഴത്തിലേക്ക് വന്നത്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയെ നേരിട്ടുകൊണ്ട് ഒരു ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മന്ത്രിസഭ പാഠം പഠിച്ചിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. ഞാൻ പറയുന്നത് വാക്സിനേഷൻ ആണ്. ഈ വാക്സിനേഷന് ശേഷം ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഒരു ശക്തിക്കും മോദി ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്നും ചർച്ചയിൽ പറയുന്നത് കേട്ടു, ഏറി വന്നാൽ 3 മാസം അല്ലെങ്കിൽ 6 മാസം, അത് കഴിഞ്ഞാൽ താഴെ വീഴും എന്നാണ്. ഈ കുറുക്കന്റെ പുറകെ ആട്ടുമുട്ടന്റെ പുറകെ കുറെ കുറുക്കന്മാര് നടന്ന പോലെ, ഇപ്പൊ താഴെ വീഴും അപ്പൊ പിടിക്കാം എന്ന് കരുതി നടന്ന പോലെ ഇവർ 5 കൊല്ലം നടക്കത്തേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കക്ഷിക്കകത്ത് എന്തൊക്കെ ആലോചന നടക്കുന്നത്? രാജസ്ഥാനിൽ നിന്ന് ജയിച്ച CPIM MP BJPയിൽ ചേർന്ന് മന്ത്രിയാകാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ ഞാൻ കേട്ടത്. അപ്പോ അവര് സൂക്ഷിച്ചാൽ മതി, അതായത് കോൺഗ്രസ് സൂക്ഷിച്ചാൽ മതി, CPM സൂക്ഷിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന MP മാര്, ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികള്,
ഇവരൊക്കെ 6 മാസക്കാലം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുമോ? കോൺഗ്രസിന്റെ മേൽക്കോയ്മയെ അംഗീകരിക്കുമോ? ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും, ഘടകകക്ഷികൾ ശ്വാസം മുട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ അല്ല അതിനെ കാണുന്നത്. ഇന്ന് പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതേ രൂപത്തിലും ഇതേ ശക്തിയിലും 6 മാസക്കാലം തുടരുമോ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവിടെ വിലയ്ക്ക് വാങ്ങണ്ട, കുതിര കച്ചവടം നടത്തണ്ട, ആരെയും തട്ടിയെടുക്കണ്ട, ഒന്നും വേണ്ട. കഴിഞ്ഞ 10 കൊല്ലമായി അധികാരം ആസ്വദിക്കാതിരുന്നവർ, ഇനി 5 കൊല്ലം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ, ആദർശവും രാഷ്ട്രീയവും ഒക്കെ അടിയറ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ പോകുന്ന ആളുകളായിരിക്കും അടുത്ത 6 മാസത്തിനുള്ളിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യം ആവിയായി പോകുന്ന 6 മാസമായിരിക്കാം നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഞാൻ കരുതുന്നു. പ്രാഥമികമായി മോദി ഗവൺമെന്റിന്റെ 3ാം വരവിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. സർ, മാധ്യമങ്ങൾ എല്ലാ സമയത്തും മാധ്യമങ്ങൾ ഏതൊക്കെ രീതി, പ്രത്യേകിച്ച് മലയാള മാമാ മാധ്യമങ്ങൾ എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. ഈ മാമാ മാധ്യമങ്ങൾ ഇന്ന് പുതിയൊരു കഥയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഞാൻ കുറെ ദേശീയ മാധ്യമങ്ങൾ നോക്കി, അതിലൊന്നും കണ്ടില്ല. അതായത് RSS തലവൻ നരേന്ദ്രമോദിജിയോട് ആജ്ഞാപിച്ചു, മണിപ്പൂരിൽ ഇനി വായ കൊണ്ടുള്ള കളി വേണ്ട, നടപടി വേണം എന്ന രീതിയിൽ ആജ്ഞാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ ഇസ്ലാമിക മൗദൂദി ചാനലായ മീഡിയ വണ്ണിലൊക്കെ അവരൊക്കെ അവരുടെ കണ്ടു. എങ്ങനെയാണ് സാർ അത്? അതായത് യഥാർത്ഥം സാറ് ശ്രദ്ധിച്ചിരുന്നു ആ ഒരു വാർത്ത? തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നു, കണ്ടിരുന്നു. മീഡിയ വൺ നടത്തുന്ന ഒരു ശ്രമം RSS BJP രണ്ടാണ്, അത് വിരുദ്ധമായ ആശയങ്ങളിൽ നിൽക്കുന്നു, തമ്മിലടിക്കാൻ പോകുന്നു, RSS നരേന്ദ്രമോദിയുടെ ചെവിക്ക് പിടിക്കുന്നു, നിയന്ത്രിക്കുന്നു, ഇനി RSS ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചർച്ച ഞാൻ കണ്ടു. സത്യത്തിൽ ഈ പൊട്ടന്മാർക്കൊന്നും അറിയത്തില്ല RSS എന്താ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനാണ്. നിങ്ങൾ ഈ പറയുന്ന അമിത്ഷാ അല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ സത്യപ്രതിജ്ഞ ചെയ്തതിൽ പകുതിയിലധികം ആൾക്കാര് RSS സ്വയം സേവകരാണ്. അപ്പോ RSS സ്വയം സേവകരും RSSന്റെ പ്രചാരകന്മാരുമായിട്ടുള്ളവരാണ് ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയിലെ പകുതിയിലധികം ആൾക്കാർ. അവർക്കെതിരെ RSS നടപടി എടുക്കുന്നത് എങ്ങനെയാണ്? അവര് തന്നെയാണ് RSS. അല്ലാതെ മോഹൻ ഭാഗവത്ജി എന്ന് പറയുന്ന സത്സംഗയാലകം ഒറ്റയ്ക്കും ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കേണ്ട അങ്ങനെ ഏകാധിപത്യമൊന്നുമല്ല RSS. അതുകൊണ്ട് RSS വേറെ BJP വേറെ എന്നുള്ള ആ വ്യാഖ്യാനം ചിലവാകാൻ പോകുന്നില്ല. അതൊക്കെ ഈ ആദ്യ ദിവസങ്ങളിൽ സ്വന്തം അണികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും പിന്നെ പറഞ്ഞുപോയ കള്ളങ്ങളൊക്കെ ജാള്യതയായി പോയി അതൊന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയും ഈ പറഞ്ഞ മാമാ മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും അവരെ പിന്താങ്ങുന്ന ബുദ്ധിജീവികളും പടച്ചുവിടുന്ന ക്യാപ്സ്യൂളുകൾ മാത്രമാണ്. ഇതിനൊക്കെ ഒരൊറ്റ ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. അത് ജനങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയം RSSനും ഒരു അജണ്ട ഉണ്ടായിരുന്നു, BJPക്കും അജണ്ട ഉണ്ടായിരുന്നു. ഒരു സ്വയം സേവകനായിട്ടുള്ള ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കണം. ഒരു സ്വയം സേവകനല്ല, ഏതാണ്ട് 40-50 സ്വയം സേവകന്മാരാണ് ഇപ്പോ ഇന്ത്യയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 100ാം വാർഷികമാകുമ്പോഴേക്കും, ആ 2025 എന്ന അടുത്ത വർഷം വരുമ്പോഴേക്കും കുറെ കൂടി വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു BJP ആയിരിക്കും നമ്മൾ കാണാൻ പോവുക, ND ആയിരിക്കും നമ്മൾ കാണാൻ പോവുക. അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള ആൾക്കാരും ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരും മുന്നോട്ട് വന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെയും അതുപോലെ ഉള്ള ഈ മീഡിയ വൺ പോലെയുള്ള ചാനലുകളുടെയും ചർച്ചകളൊക്കെ കേവലം ഒരു മനപ്പൊഴിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഞാൻ അവരോട് പറയുന്നത്, എന്തിനാണ് മനോരാജ്യത്തിൽ അർദ്ധരാജ്യം പകരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതും ഈ പറഞ്ഞ തീവ്രവാദികളെയൊക്കെ മന്ത്രിമാരാക്കുന്നതും സ്വപ്നം കണ്ടുകൂടെ? ഇപ്പൊ ഖാലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് MP ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദിയായിട്ടുള്ള ആൾ ജയിലിൽ കിടന്നുകൊണ്ട് MP-മാരായിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും ഇവർ രണ്ടുപേരും ഉപപ്രധാനമന്ത്രിമാരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്വപ്നം കണ്ടുകൂടെ? അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യവും കൂടെ വേണം. കാരണം പറഞ്ഞാൽ പിന്നെ സ്ഥാനം എവിടെയായിരിക്കും, കഴിക്കാൻ കിട്ടുന്ന ഉണ്ട എന്നതായിരിക്കും എന്നൊക്കെ അന്നേരം ആയിരിക്കും അറിയാം.
ഏതായാലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളല്ലാതെ ക്രിയാത്മകമായ ഒരു പ്രതികരണം പോലും കൊടുക്കാൻ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. ഇപ്പൊ സാറേ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാറാണെങ്കിലും ജോർജ് കുര്യൻ സാറാണെങ്കിലും ആദ്യം അവർ സഹമന്ത്രിയാവാൻ പോകുന്നേന്ന് പറഞ്ഞു. സഹമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സഹമന്ത്രി സ്ഥാനമാണോ, അതാണോ അത്, എന്താ പറയാ, അസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇന്നിപ്പോൾ അതും കഴിഞ്ഞ് സുരേഷ് ഗോപി സാറിന് 3 വകുപ്പുകൾ കിട്ടുന്നു. ജോർജ് കുര്യൻ സാറിനും കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ ആ യോഗ്യതയ്ക്ക് കൃത്യമായിട്ട് നല്ല ചടുലമായിട്ടുള്ള വകുപ്പ് തന്നെ കിട്ടുന്നു. നരേന്ദ്രമോദി സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ നൽകുന്നു. ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപി സാറിനെതിരെയും ജോർജ് കുര്യൻ സാറിനെതിരെയും അലഞ്ഞു നടക്കുന്ന മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ട ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടി പോലും ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുരേഷ് ഗോപി സാറിന് കിട്ടിയിട്ടുള്ള, ജോർജ് കുര്യൻ സാറിന് കിട്ടിയിട്ടുള്ള ഈ വകുപ്പുകൾ എങ്ങനെയാണ്? ഇതിന് പ്രാധാന്യമുണ്ടോ? ഈ സഹമന്ത്രി സ്ഥാനം എന്ന് പരിഹരിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എങ്ങനെയാണ് സാറിന്റെ ആ ഒരു നിരീക്ഷണം വരുന്നത്? കേരളത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന, അങ്ങേയറ്റം പരിപാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്നു ഇവർക്ക് 2 പേർക്കും കിട്ടിയ വകുപ്പുകൾ. ഉദാഹരണത്തിന് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ കൃഷി, വ്യവസായം ഇതൊന്നും നടത്തില്ല. കാരണം ഇവിടെ കമ്മ്യൂണിസം ബാധിച്ച്, മണ്ടരി ബാധിച്ചെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ബാധിച്ച് മണ്ട പോയ ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ളിടത്ത് വ്യവസായം സമ്മതിക്കില്ല, കൃഷി സമ്മതിക്കില്ല, വാണിജ്യം സമ്മതിക്കില്ല, യാതൊരു പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാൽ ലോകത്തെ മനോഹരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള 50 സ്ഥലങ്ങളിൽ ഒന്നായ കേരളം, നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ വെള്ളം, പ്രകൃതി രമണീയമായിട്ടുള്ള ചുറ്റുപാടുകൾ, ടൂറിസത്തിന് ഏറ്റവും നല്ല സ്ഥലമാണ്. ഒരുപക്ഷെ കാശ്മീരിനേക്കാൾ ഏറെ, കാശ്മീരിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ഇവിടെ അതുമില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് ടൂറിസം വകുപ്പ് ഇവിടെ സുരേഷ് ഗോപിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കലാ സാംസ്കാരികം എന്നുള്ള വകുപ്പ്, അദ്ദേഹം ഭാരത് അവാർഡ് കിട്ടിയ ഒരു കലാകാരൻ, സിനിമയുടെ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നയാളാണ്. അതോടൊപ്പം തന്നെ മറ്റ് കലാമേഖലകളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബന്ധങ്ങളുണ്ട്, അറിവുകളുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു വകുപ്പ്, 2 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. മറ്റൊന്ന് ശ്രീ ജോർജ് കുര്യൻജിയുടെ വകുപ്പുകൾ. ജോർജ് കുര്യൻജിക്ക് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ന്യൂനപക്ഷ വകുപ്പ് മാത്രമല്ല കിട്ടിയത്. അതോടൊപ്പം തന്നെ ഫിഷറീസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശം, ഉൾനാടൻ ജലാശയങ്ങൾ, 44 നദികൾ, എല്ലാ ഉൾപ്രദേശങ്ങളിലുള്ള നാടൻ കുളങ്ങൾ, അതുപോലെ പാടശേഖരങ്ങൾ, ഇവിടെയൊക്കെ തന്നെ മത്സ്യകൃഷി വ്യത്യസ്തവും വിശാലവുമായ രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2700 കോടി രൂപ കഴിഞ്ഞ 2ാം നരേന്ദ്രമോദി സർക്കാർ കൊടുത്തതാണ് കേരളത്തിന്. പക്ഷെ ഒരു പൈസ പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ആ ചുമതലയിൽ വരുമ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൃഗസംരക്ഷണം, ഇവ പശു, ആട്, താറാവ്, കോഴി എന്നിങ്ങനെ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ആ മൃഗസംരക്ഷണ മേഖലയിലും കേന്ദ്രം ഇഷ്ടം പോലെ പണം കൊടുക്കുന്നുണ്ട്. പക്ഷെ കേരളം ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഓരോ വീടുകളിലും അതിന്റെ പുരോഗതി ദൃശ്യമാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ 2 മന്ത്രിമാരുടെ പ്രവർത്തനം കൃത്യമായിട്ട് ഞാൻ പറയാം, കേരളത്തിലെ പിണറായി മന്ത്രിസഭയുടെ പ്രവർത്തനത്തെക്കാൾ വലിയ തോതിൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ധാരാളം ഫണ്ട് വരും, ധാരാളം പ്രോജക്റ്റുകൾ വരും, ഓരോ വീട്ടിലും സഹായമെത്തും. കേരളത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന 2 മന്ത്രിമാരാണ് ഇവർ. പക്ഷെ ഇവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ കണ്ടിരുന്നു, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സമയത്ത് മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോഴേ ഇവർ പറയുന്ന കേട്ടോ, പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു സുരേഷ് ഗോപിക്ക്, പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി എടുത്തു, അത് പിന്നെ പോട്ടെ, എന്നാൽ ഉപപ്രധാനമന്ത്രി ആകുമായിരിക്കും. എവിടെ? ഉപപ്രധാനമന്ത്രി സ്ഥാനവും കിട്ടിയില്ല, ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം കിട്ടിയില്ല. അയ്യോ, ക്യാബിനറ്റ് മന്ത്രി ഉറപ്പായിരുന്നല്ലോ. ആരാ ഉറപ്പ് പറഞ്ഞത്? ആരാ ചോദിച്ചത്? ഇതൊന്നുമില്ല, ഉറപ്പായിരുന്നല്ലോ, പക്ഷെ അത് കിട്ടിയില്ല. സ്വതന്ത്ര ചുമതലയുള്ള അതും കിട്ടിയില്ല. അവസാനം സഹമന്ത്രി സ്ഥാനം കിട്ടി. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഭരിച്ചിട്ട് വന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു, ശശി തരൂർ. ഐക്യരാഷ്ട്ര സഭയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നയാളാണ്.
അദ്ദേഹം ഇവിടെ വന്നപ്പോ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അദ്ദേഹത്തെ മന്ത്രിയാക്കിയല്ലോ. പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തില്ല, ഉപപ്രധാനമന്ത്രി കൊടുത്തില്ല, ക്യാബിനറ്റ് കൊടുത്തില്ല, സ്വതന്ത്ര ചുമതല കൊടുത്തില്ല, വെറും സഹമന്ത്രി സ്ഥാനം. എന്താ അതിന്റെ കാരണം? ആദ്യമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, അയാൾ IAS ആണെങ്കിലും അയാൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഐക്യരാഷ്ട്രസഭയാണെങ്കിലും ആദ്യം ഒരു സഹമന്ത്രി സ്ഥാനത്ത് ഇരിക്കണം. എന്നിട്ട് ഭരണം എന്താണെന്ന് പഠിക്കണം, സീനിയേഴ്സിനോടൊപ്പം പ്രവർത്തിക്കണം. അത് കഴിഞ്ഞാൽ 1-2 കൊല്ലം കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം വേണമെങ്കിൽ കൊടുക്കാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഷഫ്ലിംഗ് വരുമല്ലോ. ഇനി അതല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ ഇവർക്ക് ക്യാബിനറ്റ് മിനിസ്റ്റർ പദവി കൊടുക്കാമല്ലോ. ഇതൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യം. എന്നാൽ അതൊക്കെ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അതൊക്കെ മനഃപൂർവ്വം മൂടി വെച്ചുകൊണ്ട് വെറും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു മാധ്യമ പ്രവർത്തനം. അതിനെയാണല്ലോ നമ്മൾ മാമാപ്പണി എന്നൊക്കെ പറയുന്നത്, മാധ്യമ പ്രവർത്തനം. അതാണ് കേരളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിന്റെ പോസിറ്റീവ് വശം ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 2 മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും, അതിന്റെ സജഷനുകൾ മുന്നോട്ട് വെക്കും, സഹകരിച്ച് പ്രവർത്തിക്കും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വികസനം വേണ്ട, ഞങ്ങൾക്ക് പുരോഗതി വേണ്ട, ഞങ്ങൾക്ക് BJPക്കെതിരെ യുദ്ധം ചെയ്ത് BJPയെ തോൽപ്പിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ അജണ്ടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്നത്. സർ, നമുക്കറിയാം ഇന്നിപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വെറും 10 വർഷം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം 67 വർഷത്തോളം, 6.5 പതിറ്റാണ്ടിലധികം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഭരണം, അത് കുടുംബാധിപത്യമാണോ എന്തോ അത് നമുക്ക് സെക്കൻഡറി മാറ്റി വെച്ചിരിക്കാം. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിക്ക് കീഴെ മെയിൻ ആയിട്ട് ആ പാർട്ടി തന്നെ ഭരിച്ച നമ്മുടെ ഈ നാട്, ഈ 10 വർഷവും 67 വർഷവും കമ്പാരിസൺ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് സാറിന്റെ ആ ഒരു നിരീക്ഷണം? കാരണം നമ്മൾക്കറിയാം ഇന്നിപ്പോൾ പലരും പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിയെ വലിച്ചിട്ട് ഇന്ത്യയെ ഞങ്ങൾ കണ്ടെത്തും, ഭാരതത്തെ ഞങ്ങൾ വീണ്ടെടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ പട്ടിണി ഇല്ലാതാക്കും, തൊഴിലില്ലാതാക്കും, ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ ഇങ്ങനെ എഴുതി വിടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു 10 വർഷവും 67 വർഷവും തമ്മിലുള്ള, അതായത് കോൺഗ്രസിന്റെ 67 വർഷം എന്ന് ആ ഒരു അന്തരം എങ്ങനെയാണ് സാർ വിവരിക്കാനാവുക? കോൺഗ്രസിന്റെ 67 വർഷം പൂർത്തിയാകുമ്പോൾ എന്തായിരുന്നു ഈ രാജ്യത്തെ മുദ്രാവാക്യം? 67 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞപ്പോഴും മുദ്രാവാക്യം ഇതാണ്, പട്ടിണി മാറ്റും എന്ന് പറഞ്ഞാൽ 67 വർഷം കൊണ്ട് പട്ടിണി പരിഹരിച്ചില്ല, അതുകൊണ്ടാണ് പട്ടിണി മാറ്റും എന്ന് അവർ പറയുന്നത്. 67 വർഷം കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞ് അവർ പറയുന്നത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണും എന്ന് പറഞ്ഞാൽ 67 വർഷം ഭരിച്ചിരുമ്പോൾ തൊഴിലില്ലായ്മ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. കാർഷിക രംഗത്തെ പുരോഗതിയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ കാർഷിക രംഗത്തെ ഞങ്ങൾ പുരോഗതിയിലേക്ക് നയിക്കാൻ സമ്മതിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. 67 വർഷം എന്ന് പറയുന്നത് ഒരു ദീർഘമായ കാലയളവാണ്. ഒരൊറ്റ പാർട്ടിയുടെ കയ്യിൽ തന്നെ അധികാരം ഇരുന്നു. എന്നിട്ടും രാജ്യത്തിന്റെ പട്ടിണിയിലോ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയിലോ ദാരിദ്ര്യത്തിലോ പിന്നോക്കാവസ്ഥയിലോ മാറ്റങ്ങൾ ഉണ്ടായില്ല. പക്ഷെ 10 വർഷം നരേന്ദ്രമോദി ഭരിച്ചു കഴിഞ്ഞപ്പോ എല്ലാ വീട്ടിലും വൈദ്യുതി എത്തി, എല്ലാ വീട്ടിലും വെള്ളമെത്തി, എല്ലാ വീട്ടിലും ഗ്യാസ് കണക്ഷൻ എത്തി, എല്ലാവരും ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ പണമെത്തി. ഇങ്ങനെ 5G ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ എത്തി. ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യയിലെ ഇത്രയും വലിയ എക്കണോമിയെ ഡിജിറ്റൽ എക്കണോമി ആക്കി മാറ്റി. ഇപ്പൊ മീൻകടയിലും പച്ചക്കറിക്കടയിലും എന്ന് വേണ്ട തെരുവോരത്തിരിക്കുന്ന ഭിക്ഷക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പോലും ഇന്ന് ബാർകോഡ് സംവിധാനമായിട്ടായിരിക്കുന്നത്. ദൈവങ്ങളായ ദൈവങ്ങൾ മുഴുവൻ ബാർകോഡിലൂടെ പൈസ സംഭാവന അല്ലെങ്കിൽ കാണിക്ക സ്വീകരിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനിയും പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാസത്തിൽ 35 കിലോ സൗജന്യമായ ഭക്ഷ്യവസ്തുക്കൾ എല്ലാ വീട്ടിലും എത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പട്ടിണിയില്ല, ഒരൊറ്റയാളും പട്ടിണി കിടക്കുന്നില്ല. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുകയില്ല എന്ന് വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ 10 വർഷത്തെ നമ്മുടെ പുരോഗതി എടുത്തു നോക്കിയാൽ 67 വർഷം കൊണ്ട് 74 വിമാനത്താവളം, 10 വർഷം കൊണ്ടോ 149 വിമാനത്താവളം. അത് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തെ യൂറോപ്പിലുള്ള 28 രാജ്യങ്ങളുടെ റെയിൽവേ ഒന്നിച്ചു കൂടുന്നതാണ് ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ. അത്രയും വിപുലമായിട്ട് നമ്മൾ വളർത്തിക്കഴിഞ്ഞു. ലോകത്തിന്റെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ വളർന്നു. അതായത് നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് സാമ്പത്തിക രംഗത്ത് ലോകത്തെ ഏറ്റവും പുറകിൽ നിന്നുള്ള 5ാമത്തെ രാജ്യമായിരുന്നെങ്കിൽ
ഇന്ന് മുന്നിൽ നിന്നുള്ള മൂന്നാമത്തെ രാജ്യമായി നമ്മൾ മാറി. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാർത്ത, വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി മുൻ ഗവൺമെന്റുകൾ പണയപ്പെടുത്തി അവിടുത്തെ ബാങ്കുകളിൽ ഇരിക്കുന്ന 420 ടൺ സ്വർണം നരേന്ദ്രമോദി തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത് കാലാകാലങ്ങളായിട്ട് 67 കൊല്ലം കൊണ്ട് ഇവന്മാര് കൊണ്ട് പണയം വെച്ചതാണ്. അപ്പൊ ആ പണയം വെച്ചതൊക്കെ തിരിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ കണക്ഷൻ ഉള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന, ചണം ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, പഴം ഉൽപ്പാദിപ്പിക്കുന്ന, പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന, അരി ഉൽപ്പാദിപ്പിക്കുന്ന, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അങ്ങനെ ലോക റെക്കോർഡുകളുടെ പെരുമഴയാണ് ഈ 10 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിനു മുമ്പ് എന്താ ഈ റെക്കോർഡ് ഉണ്ടാവാത്തത്? കാരണം ഈ മേഖലകളെ മുഴുവൻ തകർത്തിട്ടിരിക്കുകയായിരുന്നു, നശിപ്പിക്കുകയായിരുന്നു, കൊള്ളയടിച്ച് സ്വത്ത് മുഴുവൻ വിദേശത്ത് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം നട്ട് നനച്ച് വളർത്തിയാൽ മാത്രമേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും രാഷ്ട്രീയം കളിക്കാൻ കഴിയൂ എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു വികസിത രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റാൻ നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ലോകത്തെ നമ്പർ 1 ശക്തി എന്ന പദവിയിലേക്ക് കുതിക്കുകയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇതുവരെ 10 കൊല്ലം നിങ്ങൾ കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള ഷോ ഇനി വരാൻ പോവുകയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന 5 വർഷക്കാലം എല്ലാ ലോക വൻശക്തികളെയും പിന്നിലാക്കിക്കൊണ്ട് അതിവേഗം നമ്മൾ മുന്നോട്ട് കുതിക്കും. ഇപ്പൊ ജർമ്മനി, അതുപോലെ തന്നെ ബ്രിട്ടൻ അടക്കമുള്ള വലിയ സാമ്രാജ്യത്വ ശക്തികളെയൊക്കെ പുറകിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ മാനുഫാക്ചറിങ്ങിന്റെ മേഖലയിൽ, അത് ഐഫോൺ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും അത് കാറാണെങ്കിലും യന്ത്ര സാമഗ്രികളാണെങ്കിലും എല്ലാ മേഖലയിലും നമുക്ക് ഇതേപോലെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സാറേ, അതുപോലെ നമ്മൾക്കറിയാം ഇപ്പോൾ നരേന്ദ്രമോദിജി മൂന്നാമതും ഭരണം ഏറ്റു എന്നുള്ളത് നമുക്കറിയാം. ഒരു പക്ഷേ നരേന്ദ്രമോദിജി പരാജയപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സാർ നമ്മുടെ ഭാരതത്തിന്, ലോകത്തിന് മുൻപിൽ നമ്മൾക്ക് സംഭവിക്കുമായിരുന്നത്? നരേന്ദ്രമോദിജി പരാജയപ്പെടുകയും ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും ചെയ്തിരുന്നുവെങ്കിൽ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിജി സ്വരുക്കൂട്ടി വെച്ചിരുന്ന, അതായത് തേനീച്ച തേൻ ശേഖരിച്ചു വെക്കുന്നത് പോലെ റാഗല് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, അതിനെ അപ്പാടെ കൊള്ളയടിക്കുന്ന വലിയ കൊള്ളക്കാരുടെ ഒരു ആക്രമണമായിരിക്കും ഇന്ത്യൻ ഖജനാവ് നേരിടേണ്ടി വരിക. ഇന്നിപ്പോ നമുക്ക് വിദേശ നാണ്യ ശേഖരം, സ്വർണ ശേഖരം, അതുപോലെ ഓയിൽ പൂൾ ശേഖരം, ഇങ്ങനെ നിരവധി മേഖലകളിൽ വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. ഇപ്പൊ ഇവർക്ക് കൊള്ളയടിച്ചാൽ മാത്രം മതിയായിരുന്നു. അതുപോലെ കാശ്മീരിൽ വീണ്ടും ബോംബ് പൊട്ടുക, മുത്തലാഖ് വീണ്ടും പുനഃസ്ഥാപിക്കുക, 370-ാം വകുപ്പ് എടുത്തു കളയുക, എല്ലാ നഗരങ്ങളും തീവ്രവാദികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, അങ്ങനെ അരാജകത്വത്തിന്റെ ഒരു വലിയ കൂത്തരങ്ങായി ഭാരതം മാറുമായിരുന്നു. ഭാരതത്തിന് ഭാഗ്യമുണ്ട്, ഇവിടുത്തെ 144 കോടി ജനങ്ങൾക്ക് പുണ്യം ചെയ്തവരാണ്, അതുകൊണ്ട് അതൊന്നും സംഭവിച്ചില്ല. അതേപോലെ മതന്യൂനപക്ഷങ്ങൾക്ക് സമ്പത്തിന്റെ ആദ്യ അവകാശം എന്ന് പറഞ്ഞ മൻമോഹൻ സിംഗിന്റെ നയം നടപ്പാക്കപ്പെടുമായിരുന്നു. ഏതായാലും അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒരു രാജ്യത്തെ മുഴുവൻ കൊള്ളയടിക്കാനുള്ള ആഗോള കൊള്ളക്കാരന്റെ ആസൂത്രിത ശ്രമങ്ങൾക്ക് ചട്ടുകങ്ങളായി നിന്നു കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ആണ് ഇവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ടൊരു വലിയ നാണക്കേടിൽ നിന്നും വലിയ കൊള്ളയിൽ നിന്നും ഭാരതം രക്ഷപ്പെട്ടു. നേരെ മറിച്ച് നരേന്ദ്രമോദി പരാജയപ്പെട്ടിരുന്നെങ്കിൽ, ഇവർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അതിവേഗം ഭാരതം ഒരു പരമദരിദ്ര രാജ്യമായി, അച്ചടക്കമില്ലാത്ത രാജ്യമായി, വളരെയേറെ സംഘർഷങ്ങൾ നടമാടുന്ന രാജ്യമായി മാറുമായിരുന്നു. ഇപ്പൊ നമുക്കറിയാം സാറ് കാശ്മീരിനെ പരാമർശിച്ചത് കൊണ്ട് ഇപ്പോൾ അതൊരു ചോദ്യമാണ്, എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും ഇന്ന് കണ്ടു, വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയ സംഘത്തിന് നേരെ ഇസ്ലാമിക ഭീകരന്മാർ നടത്തിയ ഭീകര പ്രവർത്തനം, അതിൽ 10ഓളം പേർ മരണപ്പെട്ടു എന്നുള്ളത്, അതിലൊരു കുരുന്നുണ്ട് എന്നുള്ള, അതിന്റെ ആ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടൊരു കുരുന്നു മോനും കൂടി ഉണ്ട് അതിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടൊരു ക്യാമ്പയിനാണ് ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ കണ്ടിരുന്നു. ഇസ്രായേൽ
റഫ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ, അതല്ലെങ്കിൽ പലസ്തീനെതിരെ നടത്തിയ ഒരു കൂട്ടക്കുരുതി എന്ന രീതിയിൽ 45ഓളം ആളുകൾ കൊല്ലപ്പെട്ടതിനെതിരെ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്നുള്ളൊരു ക്യാമ്പയിൻ പ്രമുഖ ഇതുപോലെയുള്ള ടൂൾ കിറ്റിലുള്ള ടൂളുകളെല്ലാം നടത്തി നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ പറയുന്ന കാശ്മീരിൽ കൊല്ലപ്പെട്ട ഒരു കുരുന്നിന്റെ ഒരു ചിത്രമോ ഒരു വാർത്ത പോലും കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ള വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ. എങ്ങനെയാണ് സാർ ഈ ഒരു രണ്ട് വിരോധാഭാസം ഈ രണ്ട് വിഷയങ്ങളിലെ സാർ കാണുന്നത്? ഞാൻ ഇന്നത്തെ ഒരു വാർത്ത കൂടി കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മുടെ തിരഞ്ഞെടുപ്പ് അവലോകനമാണെങ്കിൽ പോലും. അതായത് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് ഇന്ത്യ വിട്ടു പോയി എന്നുള്ളതിന്റെ മറുപടിയാണത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായി തകർന്ന് പാപ്പരായി പോയ ബ്രിട്ടൻ, അവർക്ക് കോളനികളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വലിയൊരു പാക്കേജ് പ്രഖ്യാപിച്ചു. 27 രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതാണ് ഇന്ന് കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ 27 രാജ്യങ്ങളെ ഭരിക്കാനുള്ള കെൽപ്പ് ബ്രിട്ടൻ ഇല്ല. അങ്ങനെ അവരുടെ ഔദാര്യം കൊണ്ടൊന്നും കിട്ടിയതല്ല, പിടിച്ചു മേടിച്ചതുമല്ല, ഗതികേട് കൊണ്ട് ഇട്ടിട്ട് പോയതാണ് ഭാരതത്തെ. ഉടനെ ഇവിടെ കുറെ പൊട്ടന്മാരെല്ലാം കൂടി ഇത് സ്വാതന്ത്ര്യം കിട്ടിയതാണ് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ആഘോഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മാത്രമല്ലേ സ്വാതന്ത്ര്യം കിട്ടാവുള്ളൂ. ന്യൂസിലൻഡിന് സ്വാതന്ത്ര്യം കിട്ടി, ആസ്ട്രേലിയക്ക് സ്വാതന്ത്ര്യം കിട്ടി, പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ബർമ്മയ്ക്ക്, ശ്രീലങ്കയ്ക്ക്, ഇങ്ങനെ 27 രാജ്യങ്ങൾക്ക് ഒന്നിച്ച് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ആ കൂടെ ഇന്ത്യക്കും കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവർ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇവിടുത്തെ മീഡിയ, ഇത് രണ്ടും അവരുടെ കൈപ്പിടിയിൽ വെച്ചിട്ടാണ് അവർ ബ്രിട്ടനിലേക്ക് പോയത്. ബ്രിട്ടനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ഭരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ പോയത്. അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിദേശ പണം പറ്റുകയും വിദേശികൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് സ്വന്തം മുതലാളിയെ ഓവർ ടൈം പണിയെടുത്ത് പരാജയപ്പെടുത്തിയത്. അപ്പോ അതിന്റെ കാരണം എന്താണ്? സ്വന്തം മുതലാളിയാന്നൊക്കെ പറയുമെങ്കിലും ഇവരുടെ കൂറ് ബ്രിട്ടനോട്, വിദേശ രാജ്യങ്ങളോടാണ്, തൊഴിലാളികൾ. എന്നിട്ട് അവരെ ട്രേഡ് യൂണിയൻ എന്ന പേരിൽ സംഘടിപ്പിച്ച് ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പ്രേരിത ട്രേഡ് യൂണിയനുകൾ. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് രാഷ്ട്രീയമല്ലാത്ത ട്രേഡ് യൂണിയൻ വേറെയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അജണ്ട ആണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതും പറയിപ്പിക്കുന്നതും. അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു കാര്യം, ഇന്ത്യയെ ആക്രമിക്കപ്പെട്ട ഒരു കാര്യം, ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും അക്കാര്യം ഇന്ത്യൻ മീഡിയ മിണ്ടില്ല. എന്നാൽ ജനാധിപത്യമാണ്, നമുക്ക് മീഡിയയെ നിരോധിക്കാൻ പറ്റില്ല. വിശാല ജനാധിപത്യം, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതിനൊക്കെ നമ്മൾ വില കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമുക്കിത് കുറെ കാലം കൂടി സഹിച്ചേ പറ്റൂ. ഏതായാലും ആ ഒരു മാധ്യമ അജണ്ടയുടെ ഫലമായിട്ടാണ് ഇന്ത്യക്കകത്ത്, കേരളത്തിനകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും ഇതുപോലെയുള്ള ദാരുണമായ കൂട്ടക്കുരുതികളും ഒന്നും ഇവിടെ ചർച്ചയാവാത്തത്. അതായത് നമ്മുടെ ചെഗുവേരയുടെ പടം ലോകത്ത് കേരളത്തിൽ മാത്രമേ കാണൂ. അദ്ദേഹം ജനിച്ച നാട്ടിൽ ആ പടമില്ല, അദ്ദേഹം പ്രവർത്തിച്ച മെക്സിക്കോയിലെ പടമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോ സദാം ഹുസൈന്റെ ഇറാഖിൽ യാതൊരു പ്രതിഷേധ പ്രകടനങ്ങളുമില്ല, അവിടെ ബന്ദില്ല. പക്ഷെ കേരളത്തിൽ ബന്ധുവുണ്ട്, പ്രതിഷേധമുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ റഫ. ആ പ്രദേശത്തൊന്നും ഇല്ലാത്ത പ്രതികരണം ഇവിടെയുണ്ട്. കാരണം ഇവിടെ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ചേരുവ മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ കാശ്മീരിലോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലോ നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ചും അവിടെ സംഭവിക്കുന്ന ദാരുണമായ മരണങ്ങളെയും കൊലപാതകത്തെയും സംബന്ധിച്ചും യാതൊരു വാർത്തയും കൊടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ആ വാർത്തകൾ കൊടുക്കാനോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വിദേശ നിയന്ത്രിത തലച്ചോറുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം സാർ, നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ വരവിൽ നമ്മൾ കണ്ടു നോട്ട് നിരോധനം. പിന്നീട് നമ്മൾ കണ്ടു ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് ഭാരതത്തിന്റെ സ്വർഗഭൂമിയായുള്ള കാശ്മീരിനെ തിരിച്ചു പിടിക്കൽ. അതല്ലെങ്കിൽ ഭാരതത്തിന്റെ എക്കാലത്തെയും ഒരു സുരക്ഷ കേന്ദ്രമായിട്ടുള്ള അതിർപ്പട്ടി നിരോധനം എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ നോട്ട് നിരോധനത്തെയും ഈ പറയുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് രണ്ടിനെയും എടുത്ത് പറയുമായി ജീവിച്ചിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അത് ശേഖരിച്ച് അത് കൈയുദ്ധപരമായിട്ടുള്ള ആ ഒരു ചിന്തകൾ എന്നത് കൂടി എടുത്ത് പറയണ്ടേ സാർ?
അതായത് നോട്ട് നിരോധനം നടന്നപ്പോൾ തകർന്നുപോയ ഒരു രാജ്യമുണ്ട്, പാകിസ്ഥാൻ. ഇന്ത്യയിൽ നോട്ട് നിരോധിക്കുമ്പോൾ പാകിസ്ഥാൻ എന്തിനാ തകരുന്നത്? കാരണം ഇന്ത്യയിലേക്ക് കണ്ടെയ്നർ കണക്കിന് കള്ളനോട്ടുകൾ അച്ചടിച്ച് കയറ്റുമതി ചെയ്ത് ആ പണം പാകിസ്ഥാൻ സമ്പാദിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നോട്ട് നിരോധനം ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പത്തികമായി പാകിസ്ഥാനെ തകർത്തു. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ കണ്ടെയ്നർ നോട്ട് കൊണ്ടുവന്ന് കേരളത്തിൽ ഭൂമിക്ക് വില കൂട്ടി, കെട്ടിടത്തിന് വില കൂട്ടി, സകലത്തിനും വില കൂട്ടിയ മാഫിയ സംവിധാനങ്ങൾ, അതായത് ഇസ്ലാമിക തീവ്രവാദി മാഫിയ സംവിധാനങ്ങൾ, അവർക്കും വേരറ്റുപോയി, പ്രവർത്തനം നിലച്ചുപോയി ഈ രംഗത്ത്. കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ടായിരുന്നു ഇലക്ഷന് പ്രചരിപ്പിക്കാൻ പണമില്ല. പണ്ടാണ് പണം ഉണ്ടായിരുന്നു, ഇപ്പൊ പണമില്ല. ഇങ്ങനെ സാമ്പത്തിക രംഗത്തെ ഒരു വലിയ ശുദ്ധീകരണമാണ് നോട്ട് നിരോധനത്തിലൂടെ നടന്നത്. അതുപോലെ തന്നെയാണ് GST, സാമ്പത്തിക ശാക്തീകരണമാണ്. ആ GST എന്ന് പറയുന്ന 42 നിയമങ്ങൾ ഇല്ലാതാക്കി ഒറ്റ നിയമമാക്കി കിട്ടുന്ന നികുതി പപ്പാതി കേന്ദ്രവും കേരളവും വീതിച്ചെടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനങ്ങൾക്ക് അതിന്റെ പങ്ക് പകുതിയായിട്ട് കൊടുത്തു. ഇന്ന് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഇതിനെയും എതിർത്തു. അപ്പോൾ ആദ്യം നോട്ട് നിരോധനത്തെ ഇന്ത്യക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് മുതൽ കോൺഗ്രസ് വരെയുള്ളവർ എതിർത്തു. ഇവിടുത്തെ മാധ്യമങ്ങൾ മഹാഭൂരിപക്ഷം പേര് അതിനെ എതിർത്തു. അതുപോലെ ഓരോ ഭരണപരിഷ്കാരങ്ങൾ വരുമ്പോഴും എതിർത്തുകൊണ്ടിരുന്നു. 370 വകുപ്പ് എടുത്തു കളഞ്ഞാൽ ഇന്ത്യ കത്തും, അതായിരുന്നല്ലോ പ്രചരണം. ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നമുക്ക് എണ്ണ തരുന്നത് നിരോധിക്കും, അതായിരുന്നല്ലോ പ്രചരണം. പക്ഷെ എന്താ സംഭവിച്ചത്? ഒരു ചുക്കും സംഭവിച്ചില്ല. 370 വകുപ്പ് എടുപ്പ് കളഞ്ഞതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന കലുഷിതമായ അന്തരീക്ഷം മാറി ശാന്തമായി. എന്ന് മാത്രമല്ല, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യും. അതിന് അനുകൂലമായ രാഷ്ട്രീയ സാമുദായിക അന്തരീക്ഷം ഇന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലുണ്ട്. അപ്പോൾ 370 കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ ദോഷമുണ്ടായില്ല. നോട്ട് നിരോധനം കൊണ്ട് ഗുണമല്ലാതെ ദോഷം ഉണ്ടായില്ല. മുത്തലാഖ് നിരോധിച്ചപ്പോൾ ഇന്ത്യയിലെമ്പാടും BJPയുടെ വോട്ട് കൂടി. കേരളത്തിൽ നമുക്കത് കാണാൻ കഴിയും. മലപ്പുറം ജില്ലയിലടക്കം കേരളത്തിന്, ഉത്തര കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJPക്ക് വൻതോതിൽ വോട്ടുകൾ വർദ്ധിച്ചു. മുസ്ലിം സ്ത്രീകളടക്കമുള്ളവർ BJPയുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു. അതൊക്കെ 370 മുത്തലാഖിന്റെ നീക്കം ചെയ്തത് കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. അങ്ങനെ ഏതൊരു നടപടിയാണെങ്കിലും കൈക്കൊള്ളുമ്പോഴും അതിന് ജനങ്ങൾ അനുകൂലമാക്കി മൂന്നാമത്തെ ഒരു മോദി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് അതിന്റെയൊക്കെ നന്ദി സൂചകമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ സാറ് മലപ്പുറത്തെ പരാമർശിച്ചത് കൊണ്ട് എന്റെ ജില്ല മലപ്പുറമാണ്. പക്ഷെ എന്റെ മണ്ഡലം വയനാട് മണ്ഡലം ആണെങ്കിൽ പോലും ഞാൻ മലപ്പുറം ജില്ലാ സ്വദേശിയാണ്. അപ്പൊ ഞാൻ ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത, അദ്ദേഹം നേരിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. ഞാനത് ഒരു നീളം കൂടിയ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് പബ്ലിഷ് ചെയ്തിരുന്നു. ഒരുപാട് ആളുകളിലേക്ക് എത്തിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമായിട്ട് നല്ലൊരു അടുപ്പം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കരച്ചിലാണ്, മാധ്യമങ്ങളൊക്കെ നടത്തിയ ഒരു കരച്ചിൽ നമ്മളിവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ഇവിടെ വർഗീയത വളർത്തുക, അതല്ലെങ്കിൽ ഇതിനെ വർഗം തിരിച്ച്, ജാതി തിരിച്ച്, മതം തിരിച്ച് മോദിജിയെ എങ്ങനെയൊക്കെ കെടുത്താമോ, RSSനെ BJP ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന് ഉപയോഗിച്ചതാണ്. ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല, ഒരു മുസ്ലിമിനെ പോലും മോദി പരിഗണിച്ചില്ല എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഡോക്ടർ അബ്ദുൽ സലാം സാറിനൊക്കെ അദ്ദേഹത്തിന്റെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ജയിപ്പിച്ചാലല്ലേ പരിഗണിക്കാൻ പറ്റൂ എന്നുള്ളത്. എങ്ങനെയാണ് സാർ ആ ഒരു ആരോപണത്തെ സാർ കാണുന്നത്? അതായത് കേന്ദ്ര ഗവൺമെന്റില്, BJPയുടെ കേന്ദ്ര ഗവൺമെന്റില്, അത് വാജ്പേയി ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് നമുക്ക് മുസ്ലിം മന്ത്രിമാരെ കാണാം. ഷാനവാസ് ഹുസൈൻ, മുക്താർ അബ്ബാസ് നഖ്വി അടക്കമുള്ള ആൾക്കാര് അന്ന് എങ്ങനെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിയത്? ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിർത്തി മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര്, ഇത് ഞാൻ 1-2 കേന്ദ്ര മന്ത്രിസഭയിൽ പറഞ്ഞു. ഇപ്പോൾ പോലും യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത മുസ്ലിങ്ങളെ അവിടെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ഇനി ഈ ചോദ്യം ചോദിക്കുന്നവരോട് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്നില്ല, അതായത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മോദി മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, മോദി മന്ത്രിസഭയിൽ ഒരു മുസ്ലിം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ഉദാഹരണം കേരളം. ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ മലപ്പുറം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ അബ്ദുൾ സലാം എന്ന് പറയുന്ന മുൻ വൈസ് ചാൻസലറെ താമര ചിഹ്നത്തിൽ BJP അവതരിപ്പിക്കുമ്പോൾ
നിങ്ങൾക്കൊരു മുസ്ലിം മന്ത്രി വേണമായിരുന്നെങ്കിൽ വിജയിപ്പിക്കാമായിരുന്നല്ലോ. അങ്ങനെ വിജയിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ അബ്ദുൽ സലാം കേന്ദ്രമന്ത്രി ആകുമായിരുന്നല്ലോ, മുസ്ലിം മന്ത്രി ആകുമായിരുന്നല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിം മന്ത്രി പോലും വേണ്ട, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് വരുമായിരുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾക്ക് മുസ്ലിം മന്ത്രി ഇല്ല എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ കൊന്നിട്ട് കോടതിയിലെത്തുമ്പോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ മകനോട് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അവസാനമായിട്ട് അവൻ പറയുന്നത്, ഞാൻ അനാഥനാണ്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. ഇവനെ അനാഥനാക്കിയത് അവൻ തന്നെയാണ്, അവനാണ് അവന്റെ പിതാവിനെ കൊന്നത് എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ മുസ്ലിമാണ് മുസ്ലിം മന്ത്രിമാരെ ഇല്ലായ്മ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയും ഈ ചോദ്യം ചോദിക്കുന്ന ഒരാൾക്കും ഇല്ല. എന്താണ് സാർ, ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമ്മുടെ ഈ ഒരു അവലോകനത്തിൽ? നമ്മൾ 2 ദിവസം വൈകിട്ടുണ്ടെങ്കിൽ പോലും എന്താ പറയുക, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറഞ്ഞ പോലെ ഇനി എന്തെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ സാർ, എന്റെ ചോദ്യം എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കി ആകെപ്പാടെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് ഇതാണ്: പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രാദേശിക കക്ഷികളായി ചുരുങ്ങുകയും പ്രതിപക്ഷത്തെ ദേശീയ കക്ഷികൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന്, ആരും ചർച്ച ചെയ്യാത്ത ഒരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ AK ബാലന്റെ ദീർഘവീക്ഷണം 100% ശരിയായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് 11 MP കിട്ടിയില്ല, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവി കിട്ടിയില്ല, ആകെ വോട്ട് ചെയ്തതിൽ 6% വോട്ട് കിട്ടിയില്ല. അങ്ങനെ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയും പാലിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി പ്രഖ്യാപനം വരാൻ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. CPIയുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട് അവര് മറ്റ് സംസ്ഥാനങ്ങളിൽ എയർ കണ്ടീഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് പോലെ CPMന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട് AK ബാലൻ അപേക്ഷ കൊടുത്തിരിക്കുന്ന ഈനാമ്പേച്ചി, മരപ്പട്ടി, എലിപ്പട്ടി ചിഹ്നങ്ങൾ ഉടൻ തന്നെ അനുവദിച്ച് കിട്ടും. ഏതായാലും അതിന് ഉള്ള ഒരു നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അത് വന്നു കഴിയുമ്പോൾ അത് BJP ആണ്, RSSന്റെ അജണ്ടയാണെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇവർക്ക് 11 MP-മാർ 4 സംസ്ഥാനങ്ങളിൽ നിന്നില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയില്ല. 4 സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തതിൽ 6% വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അതാണ് ഇതിന്റെ ഒരു ഭാരതവാക്യം പോലെ അവസാനം പറയാനുള്ള പോയിന്റ്. എന്തായാലും ലോകത്താകമാനമുള്ള ദ്രോഹികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയ അത് ഏശിയില്ല. അവസാനം നരേന്ദ്രമോദിജി ഇതാരാണ് ഈ പോൽ പൂർണ്ണമായിട്ട് നൽകേണ്ടി വരും. ചന്ദ്രബാബു നായിഡുവിന്റെയും മറ്റുള്ള ഘടകകക്ഷികളുടെ അണ്ടറിലായിരിക്കും നരേന്ദ്രമോദി ഭരിക്കുക എന്നത് ഏശിയില്ല. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി കിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞാൽ കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ കൊടുത്തു. അവിടെയും ഈ മാധ്യമങ്ങളായാലും ഈ രാജ്യദ്രോഹികളുടെ ഒന്നും ഏശിയില്ല. എന്തായാലും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് മാനത്ത് കാണുന്ന ഭരണാധിപൻ തന്നെയാണ് മോദിജി എന്നുള്ളതിന് 100 മാർക്ക് നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാമെന്നിരിക്കാം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിന് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള മറുപടി അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നമ്മൾക്ക് ഈ ചാനലിലൂടെ തന്നു എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് ഈ സെഷനോട് അവസാനിപ്പിക്കാം. ജയസൂര്യൻ സാർ ഒരുപാട് നന്ദി. മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. വീണ്ടും വരെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.